കർക്കിടകം 1 പറഞ്ഞപ്പോഴേ രാമായണ മാസമാണല്ലോ. രാമൻ കൺതുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിയ കാഴ്ചയാണ്. രാമന് കൊടുത്ത ഭണ്ഡാരപ്പെട്ടിയിലെ സ്വർണ്ണമെല്ലാം രാമനെ കാത്തു സൂക്ഷിക്കാൻ നിയോഗിച്ച ആളുകൾ അടിച്ചുകൊണ്ടുപോയി. അയോധ്യയിലെ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ CU നിയമനത്തിനായി സെർച്ച് കമ്മിറ്റിക്ക് മുന്നിലെത്തിയത് 100 കണക്കിന് അപേക്ഷകളാണ്. എന്താണ് അല്ലേ, വരുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ആവേശം കൂടിയിട്ട് വന്നവരാണോ? 1500-ലധികം അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചത്. അതേസമയം CU നിയമനത്തിനെതിരെ അയോധ്യയിലെ സ്വാമിമാര് രംഗത്തെത്തി. ഉദ്യോഗസ്ഥരെയല്ല, രാമസേവകനെയാണ് അയോധ്യയിൽ നിയമിക്കേണ്ടതെന്നാണ് സന്യാസിമാരുടെ നിലപാട്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, അതിലൊരു രാമസേവകനായിരുന്നു ലവകുശ മിശ്ര, അതിലൊരു രാമസേവകനായിരുന്നു ചമ്പത് റോയ്, അതിൽ അങ്ങനെ ഒരുപാട് രാമസേവകന്മാർ, കുറച്ചുപേര് നല്ല വൃത്തിയായിട്ട് ഈ പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. അവരൊക്കെയാണ് ഈ പറയുന്ന അപമാനം ഉണ്ടാക്കി വെച്ചത്. അപ്പം ഈ സ്വാമിമാർ പറയുന്നത് രാമസേവകരെ വെച്ചാൽ മതി, COAമാരെ വെക്കേണ്ട എന്നാണ്. മനസ്സിലാവുന്നില്ലല്ലോ ആദിൽ പാലോട്. അപേക്ഷകൾ കുമിഞ്ഞു കൂടുകയാണല്ലോ ഈ വിവാദത്തിന് ശേഷം. ഇത്രയും അധികം അപേക്ഷകളോ? അരുൺകുമാർ, അതെ, വലിയ യോഗ്യതകൾ വേണം. ഈ അടുത്ത 5 വർഷം അയോധ്യയിൽ തന്നെ സ്ഥിരതാമസമാക്കണം. 50-നും 70-നും വയസ്സിനിടയിലായിരിക്കണം പ്രായം. ബിരുദം വേണം. ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നല്ല പ്രാവീണ്യം വേണം. 20 വർഷത്തെ മാനേജ്മെന്റ് പരിചയം വേണം. എന്നിങ്ങനെയുള്ള പല യോഗ്യതകളാണ് നൽകിയിരുന്നത്. പക്ഷേ ആ യോഗ്യതയുള്ള ആളുകൾ തന്നെ 15,000-ലധികം അപേക്ഷകൾ ഈ സെർച്ച് കമ്മിറ്റിക്ക് മുന്നിലേക്ക് എത്തി എന്നുള്ളത് വലിയ കൗതുകമാണ്. അപ്പോഴാണ് അയോധ്യയിലെ സന്യാസിമാർ, സ്വാമിമാർ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീരാമനെ സേവിക്കുന്നവരെയാണ് ആവശ്യം, ഉദ്യോഗസ്ഥരെ അല്ല വേണ്ടത് എന്ന അഭിപ്രായമാണ് അവർ പങ്കുവെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അയോധ്യ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത വരുന്നത് 24 മണിക്കൂറിനകം SIT അന്തിമ റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ്. അന്തിമ റിപ്പോർട്ടിലെ ഈ SITയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജീവനക്കാർക്ക് ഇളവുകൾ നൽകിയിരുന്നു. സാധാരണ അവിടെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ നോട്ട് എണ്ണുന്നതിലും ചില്ലറ പൈസകൾ എണ്ണിക്കൂട്ടുന്നതിലും ഇത് ബാങ്കിലേക്ക് കൊണ്ടുപോകുന്നതിലുമൊക്കെ കൃത്യമായി നടപടി ഉണ്ടായിരുന്നു. ആ നടപടിയിൽ വീഴ്ച വരുത്തിയത്, നടപടിക്രമങ്ങൾ മാറ്റം വരുത്തിയത് ട്രസ്റ്റിൽ നിന്ന് രാജിവെച്ച അനിൽ മിശ്ര എന്ന് പറയുന്ന, അതുമൊരു രാമഭക്തനായിരുന്നു, ഡോക്ടർ അനിൽ മിശ്രയാണ് എന്ന കാര്യം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. ഏതായാലും ചമ്പത് റായി, അനിൽ മിശ്ര എന്നീ 2 ട്രസ്റ്റിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളാണ് രാജിവെച്ച് ഈ കേസിന് പിന്നാലെ രാജിവെച്ചത്. അതിലൊരാൾ ഇങ്ങനെ ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തൽ SITയുടെ ഭാഗത്തുനിന്ന് വരുന്നു. അന്തിമ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കും. ഈ CAയുടെ കാര്യത്തിലാണെങ്കിൽ ജൂലൈ 18 വരെയാണ് അപേക്ഷ നൽകാനുള്ള, സെർച്ച് കമ്മിറ്റിക്ക് മുന്നിൽ അപേക്ഷ നൽകാനുള്ള കാലാവധി ഉള്ളത്. ഒരുപക്ഷെ 2000-ലധികം അപേക്ഷയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അരുൺ, ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാമസേവകരെ വെക്കണം എന്നുള്ളതാണ് സ്വാമിമാർ പറയുന്നത്. പക്ഷേ സ്വാമിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ചില രാമസേവകരെന്ന് പറഞ്ഞു വന്ന ആളുകളാണ് അയോധ്യയിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് പണമടക്കം അടിച്ചുകൊണ്ട് പോയത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് വിധിവൈപരീത്യമാണ്. നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് രാവിലെ വന്ന് പറഞ്ഞത് ഈ പറയുന്ന സമ്പത്തുകളെല്ലാം ഈ ക്ഷണഭംഗൂരമാണ്, ആലോല ചേതസാ ഭോഗങ്ങൾ നേടുന്നു എന്നാണല്ലോ. ഈ പറയുന്ന രാമന്റെ ഭക്തന്മാരും യഥാർത്ഥത്തിൽ ആ വഴിക്ക് തന്നെയല്ലേ സഞ്ചരിക്കേണ്ടത്? രാജ്യം വേണ്ടെന്നും രാജ്യഭാരത്തേക്കാൾ നല്ലത് കാനനവാസമാണെന്നും തിരിച്ചറിഞ്ഞ് ഒടുവിൽ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് രാജ്യം വിട്ടൊഴിഞ്ഞു പോയ രാമൻ എന്തിനാ സ്വത്ത്? രാമൻ എവിടെയാണ് റിയൽ എസ്റ്റേറ്റിൽ കച്ചവടം നടത്തിയിരുന്നത്? രാമന് അധികാരം എവിടെയായിരുന്നു? രാമൻ എല്ലാം ഉപേക്ഷിച്ചു പോയതല്ലേ? രാമൻ എല്ലാം ഉപേക്ഷിച്ചു പോയത് അച്ഛൻ്റെ ഒരു വാക്ക് കേട്ടിട്ടല്ലേ? പോയ അടവിയിൽ സ്വന്തം രാജ്യമായി അദ്ദേഹം കണ്ടതല്ലേ? അണ്ടാൻ കുഞ്ഞാണെങ്കിലും വന്നിരിക്കുന്ന കുരങ്ങുകളാണെങ്കിലും എല്ലാത്തിനോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹം നമ്മൾ കണ്ടതല്ലേ? ഒടുവിലുണ്ടായിരുന്ന എല്ലാവരും രാമനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പാലം തീർക്കാൻ പോയതല്ലേ? രാമൻ ഏതെങ്കിലും കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണോ പാലുണ്ടാക്കിയത്? രാമൻ കൊടുത്ത സ്നേഹമാണ് പാലമായി തീർന്നത്. ആ പാലത്തിലൂടെ നടക്കാൻ പറ്റുന്ന രാമസേവകനല്ലേ വേണ്ടത്? ഒരർത്ഥത്തിൽ നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഹനുമാനെ പോലെ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു ചങ്ങാതിയും ലക്ഷ്മണനെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സഹോദരനും നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ രാജ്യവും രാജ്യഭാരവും എന്തിനാ? നിങ്ങളുടെ കാട്, നിങ്ങൾ പോകുന്ന മേട്, നിങ്ങൾ പോകുന്ന കുന്നുകൾ, അതൊക്കെ നിങ്ങൾക്ക് സ്വർഗമാവും. പക്ഷേ ഇവർ 2 പേരും നിങ്ങൾക്കൊപ്പം വേണം. ഒന്ന്, നിങ്ങൾക്കൊപ്പം ഹനുമാനെ പോലെ ഒരു വലങ്കൈ, പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരു സഹോദരൻ. 2 പേരും ഉണ്ടെങ്കിൽ ജീവിതം സ്വർഗമാണ്.